ചാനൽ ട്രിനിറ്റി വോയിസ്. നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ ഇന്നും പറയാണ്. രൂത്തിൻ്റെ കഥ നമ്മൾ വായിക്കുന്നുണ്ട്. അതിൻ്റെ തുടർച്ചയും സ്വപ്നക്കൊട്ടാര അല്ലെങ്കിൽ ഡ്രീം പാലസ് എന്ന കഥയുടെ തുടർച്ചയും ഇന്ന് നമുക്ക് അടുത്ത ഞായറാഴ്ച നമുക്ക് ഉണ്ടായിരിക്കുന്നതാണ്. ഉറ്റവരായിരുന്നവർ ദ്വേഷിച്ചാലും മാറ്റമില്ലാത്ത സ്നേഹിതൻ. ഉറ്റവരായിരുന്നവർ ദ്വേഷിച്ചാലും മാറ്റമില്ലാത്ത സ്നേഹിതൻ. ക്ലേശം നിറഞ്ഞ ലോക യാത്രയിൽ താങ്ങിടും. ക്ലേശം നിറഞ്ഞ ലോക യാത്രയിൽ താങ്ങിടും. വിൻശക്തിയാലെ നിത്യവും വിൻശക്തിയാലെ നിത്യവും ലോകത്തിലേക ആശ്രയം എന്നേശു മാത്രം. ശോകങ്ങളേറി വന്നാലോ ലോകത്തിലേക ആശ്രയം എന്നേശു മാത്രം. ശോകങ്ങളേറി വന്നാലും വേണ്ടായി ലോക ഇമ്പം പ്രിയനേ നീ മതി. വേണ്ടായി ലോക ഇമ്പം പ്രിയനേ നീ മതി. എന്നും വാഴ്ത്തിപ്പാടും ഞാൻ, എന്നും വാഴ്ത്തിപ്പാടും ഞാൻ. ഒന്നാം സെക്ഷനിലേക്ക് നമുക്ക് പോവാം. ഉൽപ്പത്തി പുസ്തകം 3:11, 12, 13 വാക്യങ്ങൾ. അതായത് ജനസിസ് ചാപ്റ്റർ 3 വേർഡ്സ് 11, 12 and 13. നീ നഗ്നനെന്ന് നിന്നോട് ആർ പറഞ്ഞു? തിന്നരുതെന്ന് ഞാൻ നിന്നോട് കൽപ്പിച്ച വൃക്ഷഫലം നീ തിന്നുവോ എന്ന് അവൻ ചോദിച്ചു. And he said, Who told thee that thou wast naked? Hast thou eaten of the tree whereof I commanded thee that thou shouldest not eat? അതിന് മനുഷ്യൻ എന്നോട് കൂടെ ഇരിപ്പാൻ നീ തന്നിട്ടുള്ള സ്ത്രീ വൃക്ഷഫലം തന്നു, ഞാൻ തിന്നുകയും ചെയ്തു എന്ന് പറഞ്ഞു. And the man said, The woman who thou gavest to be with me, she gave me of the tree and I did eat. യഹോവയായ ദൈവം സ്ത്രീയോട്, നീ ഈ ചെയ്തത് എന്ത് എന്ന് ചോദിച്ചതിന്, പാമ്പ് എന്നെ വഞ്ചിച്ചു, ഞാൻ തിന്നുപോയി എന്ന് സ്ത്രീ പറഞ്ഞു. And the Lord God said unto the woman, What is this that thou hast done? And the woman said, The serpent beguiled me and I did eat. നമുക്ക് സെക്കൻഡ് സെക്ഷനിലേക്ക് പോകാം. റിക്വാറിൻ്റെ ബുക്കായ പർപ്പസ് ഡ്രിവൺ ലൈഫ് എന്ന ബുക്കിൽ നിന്ന്. മെനി പീപ്പിൾ ആർ ഡ്രിവൺ ബൈ ഗിൽറ്റ്. ദേ സ്പെൻഡ് ദെയർ എൻ്റയർ ലീവ്സ് റണ്ണിങ് ഫ്രം റിഗ്രറ്റ്സ് ആൻഡ് ഹൈഡിങ് ദെയർ ഷെയിം. ഗിൽറ്റ് ഡ്രിവൺ people are manipulated by memories. They allow their old past to control their future. They often unconsciously punish themselves by sabotaging their own success. When Cain sinned, his guilt disconnected him from God's presence, and God said, You will be a restless wanderer on the air. That describes most people today, wandering through life without a purpose. We are products of our past, but we don't have to be prisoners of it. God's purpose is not limited by your past. He turned a murderer named Moses into a leader and a coward named Gideon. Rest of your life too. നമുക്ക് തേർഡ് സെക്ഷനിലേക്ക് പോകാം. സദൃശവാക്യങ്ങൾ 3:12, 13, 14.
Proverbs chapter 3 verse 12, 13 and 14. അപ്പൻ ഇഷ്ടപുത്രനോട് ചെയ്യുന്നത് പോലെ യഹോവ താൻ സ്നേഹിക്കുന്നവനെ ശിക്ഷിക്കുന്നു. For whom the Lord loveth his correcteth, even as a father the son in whom he delighted. ജ്ഞാനം പ്രാപിക്കുന്ന മനുഷ്യനും വിവേകം ലഭിക്കുന്ന നരനും ഭാഗ്യവാൻ. Happy is the man that findeth wisdom and the man that getteth understanding. അതിൻ്റെ സമ്പാദനം വെള്ളിയുടെ സമ്പാദനത്തിലും അതിൻ്റെ ലാഭം തങ്കത്തിലും നല്ലത്. For the merchandise of it is better than the merchandise of silver, and the gain thereof than fine gold. നമുക്ക് 4th സെക്ഷനിലേക്ക് പോകാം. ഫോർ ചിൽഡ്രൻ, അത് കുട്ടികൾക്ക് വേണ്ടിയുള്ളതാണ്. യാക്കോബിൻ്റെ കഥയാണ് നോക്കുന്നത്. ഏശാവും യാക്കോബ്. ഉൽപ്പത്തി 24 മുതൽ 34 വരെയുള്ള വാക്യങ്ങളുള്ള. മൂത്തപുത്രനെ പിതാവ് ഒടുവിലായി അനുഗ്രഹിക്കുന്ന ഒരു ആചാരം അക്കാലത്ത് നിലവിലുണ്ടായിരുന്നു. പിതാവിൻ്റെ മരണശേഷം അവന് പിതൃസ്വത്തിൻ്റെ 1/2 ഭാഗം ലഭിക്കും. കുടുംബത്തിന് വേണ്ടി സുപ്രധാന തീരുമാനങ്ങൾ എടുക്കുന്നതും ഈ മൂത്തപുത്രനായിരിക്കും. ഇതൊക്കെയായിരുന്നു മൂത്തപുത്രൻ്റെ അവകാശങ്ങൾ. അങ്ങനെയിരിക്കെ റിബേക്ക 2 പിഞ്ചോമനകൾക്ക് ജന്മം കൊടുത്തു. ആ ഇരട്ടകളിൽ ഒന്നാമൻ ശരീരമെല്ലാം ചെമ്പിച്ച രോമങ്ങൾ ഉള്ളവനായിരുന്നു. രോമമുള്ളവൻ എന്ന അർത്ഥത്തിൽ ഏശാവ് എന്ന് അവന് പേരിട്ടു. അവൻ്റെ കുതികാലിൽ പിടിച്ചുകൊണ്ടാണ് രണ്ടാമൻ പുറത്തു വന്നത്. യാക്കോബ് എന്ന് അവന് പേര് നൽകി. കൗശലക്കാരൻ എന്നാണ് അതിൻ്റെ അർത്ഥം. അവർ ജനിച്ചപ്പോൾ ഇസ്ഹാക്കിന് 60 വയസ്സ് ഉണ്ടായിരുന്നു. കുട്ടികൾ ഇരുവരും വളർന്ന് നായാട്ടിലായിരുന്നു ഏശാവിൻ്റെ കമ്പം. യാക്കോബ് ആകട്ടെ വീട്ടിനുള്ളിൽ നിന്ന് പുറത്തിറങ്ങാത്ത ശാന്തശീലനും. ഏശാവ് വേട്ടയാടി പിടിക്കുന്ന മൃഗങ്ങളുടെ മാംസം ഇസ്ഹാക്കിന് വളരെ പ്രിയമായിരുന്നു. അങ്ങനെ ഏശാവ് പിതാവിൻ്റെ പ്രിയ പുത്രനായി, യാക്കോബ് അമ്മയുടെ അരുമയും. ഒരിക്കൽ യാക്കോബ് പയറുപായസം ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോൾ നായാട്ട് കഴിഞ്ഞ് ക്ഷീണിതനായ ഏശാവ് കയറി വന്നു. എനിക്ക് നന്നായി വിശക്കുന്നു, അല്പം പായസം തരൂ, ഏശാവ് ആവശ്യപ്പെട്ടു. തരാമല്ലോ, യാക്കോബ് പറഞ്ഞു. പക്ഷേ ഒരു കാര്യം, പകരം എനിക്ക് ജ്യേഷ്ഠാവകാശം നൽകണം. വിശന്ന് ചാകാറായ എനിക്കെന്തിനീ അവകാശങ്ങൾ? പായസമാണ് എനിക്കിപ്പോൾ ആവശ്യം, ഏശാവ് പറഞ്ഞു. അവകാശങ്ങൾ തരുന്നതായി ആദ്യം ഉറപ്പ് നൽകൂ, യാക്കോബ് വീണ്ടും ആവശ്യപ്പെട്ടു. അപ്പോൾ ഏശാവ് തൻ്റെ ജ്യേഷ്ഠാവകാശം യാക്കോബിന് നൽകുന്നതായി ഉറപ്പ് നൽകി. ഉടൻ തന്നെ യാക്കോബ് ഏശാവിന് അപ്പവും പായസവും നൽകി. അത് അവൻ ഭക്ഷിച്ചു തൃപ്തനായി. തൻ്റെ അവകാശങ്ങൾക്ക് ഏശാവ് വില കൽപ്പിച്ചതുമില്ല. അപ്പോൾ 4 സെക്ഷൻ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഗോഡ് ബ്ലെസ് യു അബണ്ടൻ്റ്ലി.